ഇനി നോക്കാം, പറയാം. നാട്ടിൻ പുറത്തെയും പട്ടണത്തിലെയും കാഴ്ചകൾ ഒരുപോലെയാണോ? ഒരുപോലെയാണോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരുപോലെയാണോ? അല്ലല്ലോ. അല്ല, നാട്ടിൻ പുറത്ത് നമ്മൾ എന്താ കണ്ടത്? പട്ടണത്തിൽ എന്താ കണ്ടത്? എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ ഒരു കള്ളി വരയ്ക്കുക, 2 കള്ളി. ഇപ്പുറത്ത് എന്ത് ചെയ്യുക? പട്ടണത്തിലെ കാഴ്ചകൾ. ഇടതുവശത്തോ വലതുവശത്തോ? നാട്ടിൻ പുറത്തെ കാഴ്ചകൾ. 2 കോളമാക്കിയിട്ട് ചെയ്യാം. പട്ടണത്തിലെ കാഴ്ചകളും നാട്ടിൻ പുറത്തെ കാഴ്ചകളും, അത് രണ്ടും ഒന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പറയാം എഴുതാം എന്നുള്ള വർക്കിൽ പറഞ്ഞില്ലേ, അതുപോലെ പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്ത് ചെയ്യുക? ഓരോന്നും എഴുതുക. പട്ടണത്തിലെ കാഴ്ചകൾ എന്നുള്ള അതിന് താഴെ, നാട്ടിൻ പുറത്തെ കാഴ്ചകൾ എന്നുള്ളതിലോ നാട്ടിൻ പുറത്ത് കണ്ട കാഴ്ചകൾ. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? വാഴത്തോട്ടം തെങ്ങിൻ തോട്ടം ഒക്കെ കണ്ട് നമ്മൾ പറഞ്ഞല്ലേ നാട്ടിൻ പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നപ്പോ. യെസ്, ആ കാഴ്ചകൾ രണ്ടും ലിസ്റ്റ് ചെയ്യാം. അടുത്തത് നോക്കാം, എഴുതാം അല്ലേ. അതിൽ തന്നെ പേജ് നമ്പർ 13 13 തന്നെയാണ് എഴുതാം എന്നുള്ളൊരു ഹെഡിങ്. പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതൂ. എന്താണ് അതിലുള്ള ഓരോ സെന്റൻസുകൾ? റോഡിനെ എങ്ങനെ പറഞ്ഞത്? വെറും റോഡാണോ? അല്ല, വീതിയേറിയ റോഡ്. ഓക്കെ, അതവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? പുഴ. എങ്ങനെയുള്ള പുഴയാണ്? കഥ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള പുഴയാണെന്നുള്ളത്, അത് പുഴ എന്നുള്ളതിന്റെ മുൻപ് ഡോട്ട്സ് കണ്ടില്ലേ, അവിടെ എഴുതാം. അടുത്തത് തോട്. എങ്ങനത്തെ തോടാണ്? കളകളം ഒഴുകുന്ന തോട് അല്ലേ, പഠിച്ചില്ലേ? യെസ്, കളകളം ഒഴുകുന്ന തോട് അവിടെ ഉണ്ട്, അതിന്റെ മുൻപുള്ളത് എഴുതാം. അടുത്തത് എങ്ങനത്താണ്? പാടങ്ങൾ എങ്ങനത്താ? എങ്ങനെയുള്ള പാടങ്ങളാണ്? പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ അല്ലേ. യെസ്, പാടങ്ങൾ. അടുത്തത് അപ്പുറം നോക്കാം, കൂറ്റൻ കെട്ടിടങ്ങൾ. ഇത് പട്ടണത്തിലെ കാഴ്ചയാണ് അല്ലേ, കൂറ്റൻ കെട്ടിടങ്ങൾ, അതവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ഡാഷ്, മുറ്റം. എങ്ങനത്താണ്? ചെറിയ മുറ്റാണോ അതോ വിശാലമായ മുറ്റമാണോ? അത് എഴുതുക. വിശാലമായ മുറ്റമാണെങ്കിൽ അങ്ങനെ എഴുതാം. അടുത്തത് ഡാഷ്, മലനിരകൾ. എങ്ങനെയുള്ളതാണ് മലനിരകൾ? നമ്മൾ വായിച്ചു, നിങ്ങൾ കേട്ടു അല്ലേ, അത് കണ്ടെത്തിയിട്ട് എഴുതാം. അടുത്തത് നോക്കുക, ഈ പേജിലെ അവസാനത്തെ ഹെഡിങ് ആണ് എന്ത്? വാക്യം മാറ്റി എഴുതാം. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വാക്യം എന്താണ്? അടിവരയിട്ട വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. എങ്ങനെയാണ്? വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. നമ്മൾ പാഠഭാഗത്തിൽ ഇതേപോലുള്ള ഒരു വാക്ക് വേറെ കണ്ടില്ലേ? എന്താണ് കണ്ടത്? തലങ്ങും വിലങ്ങും. അപ്പൊ എന്ത് ചെയ്യാ? ആ അടിവരയിട്ട വാക്കിന് പകരം എഴുതുമ്പോ എന്താ എഴുതുക? മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. വിലങ്ങനെയും കുറുങ്ങനെയും എന്നാണ് ടെക്സ്റ്റിലുള്ളത്, അതിന് പകരം തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. രണ്ടാമത്തേത്, തൊട്ടു തൊട്ടു വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട് അല്ലേ. നല്ല ചന്തമുണ്ട്, തൊട്ടു തൊട്ടു വെച്ചിരിക്കുന്ന. ഒരു സുഖല്ലേ അല്ലേ ആ വാക്ക്? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നിരനിരയായി വെച്ചിരിക്കുന്ന. നിരനിരയായി അല്ലേ. കടയിലൊക്കെ പോയാൽ എന്താ? ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും ഒന്ന് ഇവിടെയൊക്കെയാണ് ഉണ്ടാവുക? അല്ല, നിരനിരയായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിനെന്ത് കൊടുക്കാം? നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. ഓക്കെ, അത് മാത്രം അടിവരയിട്ട വാക്ക് മാത്രം മാഷി പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? മാറ്റി എഴുതാം. അടുത്തത് നോക്കുക, പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്തി എഴുതുക, ഓർഡറിലാക്കി. ആദ്യം തന്നെ അമ്മമ്മനെ പോയി കണ്ണു പൊത്തിയൊക്കെയാണോ നന്ദന ചെയ്തത്? അല്ല, അവരാദ്യം എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി പടികൾ ഇറങ്ങി താഴെ എത്തി, കാറിനടുത്തെത്തി, പട്ടണത്തിലൂടെ യാത്ര ചെയ്ത് പല കാഴ്ചകളും കണ്ട് നാട്ടിൻപുറത്തെത്തി അല്ലേ. ആ ഓർഡർ നോക്കണം. അപ്പൊ ഇതിൽ നോക്കുക, നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. ഒന്നാമത് ഇതിൽ കൊടുത്തത് ഏതാണ്? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. രണ്ടാമത്തേത്, മുത്തശ്ശിക്ക് സന്തോഷമായി. മുത്തശ്ശിക്ക് എന്തായി? സന്തോഷമായി. യാത്രക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഇതെങ്ങനെ? ഇത് ഓർഡറിലാണോ? ആദ്യം തന്നെ എന്താ ചെയ്ത്? ആദ്യം തന്നെ നഗരത്തിലൂടെ കാർ നീങ്ങിക്കാണ് ചെയ്ത്? അല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങൊക്കെ വേണ്ടേ? അത് ഓർഡറിലാക്കണം. യാത്രക്ക് എന്താ വരിക? ആദ്യം എന്ത് ചെയ്യണം? യാത്രക്ക് തയ്യാറാവണം. യെസ്, യാത്രക്ക് തയ്യാറായി. പിന്നെന്താ വരിക? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. ആദ്യം ഗ്രാമത്തിലൂടെയാണോ പോയത് അതോ നഗരത്തിലൂടെയാണോ? നഗരം എന്ന് പറഞ്ഞാൽ പട്ടണം അല്ലേ. യെസ്, നഗരത്തിലൂടെയാണോ അതോ നാട്ടിൻപുറത്തിലൂടെയാണോ ആദ്യം പോയത്? നഗരത്തിലൂടെ. അപ്പൊ രണ്ടാമത് എന്താ വരിക? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. അത് രണ്ടാമതായിട്ട് എഴുതാം. ഇനി മൂന്നാമത്തത് എന്താ വരിക? മുത്തശ്ശിക്ക് സന്തോഷമായതാണോ അതോ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടതാണോ? മുത്തശ്ശിക്ക് സന്തോഷമായത് എപ്പോഴാണ്? അവരവിടെ എത്തിയപ്പോഴാണ് അല്ലേ. അവരവിടെ എപ്പോഴെത്തിയത്? കഥയിൽ അവസാനമല്ലേ അവരെത്തിയത്. അപ്പൊ എന്താ മൂന്നാമത്തേത് വരിക?
ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു അല്ലേ? നഗരത്തിലൂടെ പോയി, പിന്നെ വാഹനം ഇതിലൂടെ പോയി, ഗ്രാമത്തിലൂടെ അല്ലേ? ഗ്രാമത്തിലൂടെ പോയപ്പോൾ ഗ്രാമത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. അവസാനം മുത്തശ്ശിയുടെ അടുത്തെത്തി. അപ്പൊ എന്ത് ചെയ്തു? മുത്തശ്ശിക്ക് സന്തോഷമായി അല്ലേ? മുത്തശ്ശിക്ക് സന്തോഷമായി. ആ ഓർഡർ മനസ്സിലായോ? ആ 4 അതുപോലെ ഓർഡർ ആക്കിയിട്ട് 1, 2, 3, 4 എന്നുള്ള ക്രമത്തിൽ വൃത്തിയായിട്ട് എഴുതാം.